സോഷ്യൽ ഡിസ്റ്റൻസിങ് അല്ലെങ്കിൽ സാമൂഹിക അകലം പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത ചില വസ്തുതകൾ ചൂണ്ടിക്കാട്ടി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് നാം ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്ന ശബ്ദം നിതാന്ത ജാഗ്രത എന്നതാണ്. ഇത്തരുണത്തിൽ നമുക്ക് ലോകരാജ്യങ്ങളുടെ സ്ഥിതിയിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. കൊറോണ സംബന്ധമായി ഇന്ന് ഏറ്റവും ഭീതി വിതറപ്പെട്ട രാജ്യം തീർച്ചയായും ഇറ്റലി തന്നെ എന്ന് പറയപ്പെടുന്നു. എവിടെയാണ് രോഗത്തിൻ്റെ സ്ഥിതി തുടങ്ങിയത് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കുന്നുവെങ്കിൽ ജാനുവരി അവസാനത്തോടെ ആദ്യമായിട്ട് 2 ചൈനീസ് യാത്രക്കാരിൽ നിന്ന് ആണ് ഇറ്റലിയിൽ കൊറോണ എത്തിയതെന്ന് പറയപ്പെടുന്നു. ഇന്ന് നാം ഇറ്റലിയുടെ സ്ഥിതിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇറ്റലിയുടെ അവസ്ഥ ഏറെ സങ്കീർണമാണ്. ഈ 2 വിദേശ ചൈനക്കാരെ ആദ്യ നാളുകളിൽ ജാനുവരിയിൽ തന്നെ ഗവൺമെൻറ് ക്വാറൻറ്റൈൻ ചെയ്യുകയും വേണ്ട തുടർ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തിരുന്നുവെങ്കിൽ പിന്നീട് ഗവൺമെൻറ് പറഞ്ഞ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിൽക്കുവാൻ ഇറ്റാലിയൻ ജനത തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. അവർ അതിനെ പുച്ഛിച്ച് തള്ളിയത് ഇങ്ങനെയായിരുന്നു: അത് പ്രായമായവർക്ക് വരുന്ന ഒരു അസുഖമല്ലേ, പ്രായമാകുമ്പോൾ ഞങ്ങളും ആശുപത്രികളിൽ പോയിക്കൊള്ളാം, അതിന് ഇന്നേ ഞങ്ങൾ പോകേണ്ടതുണ്ടോ എന്ന ചോദ്യം ചോദിച്ചതായിട്ടാണ് കാണുന്നത്. ഇന്ന് നാം കാണുന്നു ഇറ്റലിയിൽ മോർച്ചറിയിൽ, ആശുപത്രികളിൽ എവിടെയും സ്ഥലമില്ലാത്ത അവസ്ഥ. എന്തിനേറെ നമുക്ക് അടക്കാൻ പോലും സ്ഥലം കിട്ടാത്ത അവസ്ഥയായിട്ട് സിമട്രികൾ മാറി എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആശുപത്രികളിൽ വരാന്തയിലോ അതിൻ്റെ പരിസരത്തോ നമുക്ക് സ്ഥലം കിട്ടുന്നില്ല. രോഗികളും നേഴ്സുമാരും എന്നും വീണുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത. കൃത്യമായിട്ട് ഈ നിർദ്ദേശങ്ങൾ സർക്കാർ സമയാസമയങ്ങളിൽ തന്നത് പാലിച്ചിരുന്നുവെങ്കിൽ ഇത്ര ഭയാനകമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ രാജ്യം ഒരിക്കലും എത്തുകയില്ലായിരുന്നു എന്ന് എല്ലാവരും ആണയിട്ട് പറയുമ്പോൾ അവിടെയാണ് ഈ കൊച്ചു രാജ്യമായ ഏകദേശം സമാനതയുള്ള, ഇറ്റലിയുമായി സമാനതയുള്ള കൊച്ചു രാജ്യം എന്ന രീതിയിൽ കേരളം ശ്രദ്ധയെടുക്കേണ്ടത്. കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉയർന്ന ജനസാന്ദ്രതയുള്ള ഒരു രാജ്യം എന്നുള്ളതാണ്. നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് അതേപോലെ തന്നെ പ്രത്യേകതയുള്ളത് ഉയർന്ന പ്രായക്കാരായ അച്ഛനമ്മമാർ ഏറെയുണ്ട് എന്നുള്ളത് തന്നെ. ഒപ്പം 10 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ എണ്ണവും വേണ്ടുവോളം എന്ന പ്രത്യേകത മനസ്സിലാക്കി വരും നാളുകളിൽ നമ്മളുടെ കൈകളിൽ നമുക്ക് നിൽക്കുന്നതും നമ്മളുടെ കൈകളിൽ നിൽക്കാത്തതുമായ കാര്യങ്ങളെ വേർതിരിച്ച് കാണുവാനായിട്ട് പഠിക്കാം. കേന്ദ്ര സർക്കാരിൻ്റെയും നമ്മുടെ രാജ്യ സർക്കാരിൻ്റെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നതിൽ നമുക്ക് ശ്രദ്ധാലുക്കളാകാം. ആ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വേണ്ട ജാഗ്രത ഇപ്പോൾ തന്നെ പല രീതിയിലുള്ള നിയന്ത്രണങ്ങളിലൂടെ കൊണ്ടുവന്നു കഴിഞ്ഞു. പ്രത്യേകമായിട്ട് കോളേജുകൾ, സ്കൂളുകളൊക്കെ അടച്ചു കഴിഞ്ഞു. വർക്ക് കൾച്ചർ, വർക്ക് എവേ ഫ്രം ഓഫീസ് എന്നുള്ള രീതിയിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞു. വർക്ക് അറേഞ്ച്മെൻ്റ് എന്നുള്ള രീതിയിൽ ജീവനക്കാർക്ക് ഓൾട്ടർനേറ്റ് ദിവസങ്ങളിൽ വരാനുള്ള ഒരു സൗകര്യമായി കഴിഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ജാഗ്രതയും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള ഉത്സുകതയും കാണിക്കുന്നതിനൊപ്പം പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട 3 കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഒന്നാമതായി 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ മെഡിക്കൽ ആവശ്യത്തിനല്ലാതെ ഒരു ആവശ്യത്തിനും വീടിന് പുറത്തേക്ക് പോകേണ്ടതില്ല എന്ന ഒരു ഉറച്ച തീരുമാനം എടുക്കുകയും അവരോട് ഒപ്പമായിരിക്കുന്നവർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും വേണമെന്നുള്ളതാണ്.
ഇനി സർജറി പോലെയുള്ള ആവശ്യങ്ങളുള്ളവർ അടുത്ത 1 മാസത്തിന് ശേഷമോ 2 മാസത്തിന് ശേഷമോ ഉള്ള ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത് അത് കഴിയുന്നത് മുന്നോട്ടേക്ക് നീട്ടുവാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം നമ്മൾ അങ്ങനെ നീട്ടിയെടുക്കുമ്പോൾ പ്രത്യേകമായ സാഹചര്യത്തിൽ ആശുപത്രിയുടെ സൗകര്യങ്ങൾ നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നില്ല എന്നതോടൊപ്പം ആ സൗകര്യങ്ങൾ ഇതേ രീതിയിൽ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട അസുഖബാധിതരെ പരിരക്ഷിക്കുന്നതിനുള്ള ഒരു അവസരം, അവിടെ ഒരു സാഹചര്യം നിലനിൽക്കും എന്നുള്ളത് ഏറെ ശ്രദ്ധയോടെ കാണേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായി 10 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെ യാതൊരു കാരണവശാലും പുറത്ത് കറങ്ങി നടക്കുന്നതിനോ ആ രീതിയിൽ മറ്റു സ്ഥലങ്ങളിൽ പോകുന്നതിനോ അനുവദിക്കേണ്ടതില്ല എന്നുള്ളതാണ്. 10 വയസ്സിൽ താഴെയുള്ളവർക്ക് വീട്ടിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുകയും അവർക്ക് കളിക്കാനുള്ള സാഹചര്യങ്ങൾ, അവർ എൻഗേജ്ഡ് ആയിരിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അവരെയും സോഷ്യലി ഡിസ്റ്റൻസ് ചെയ്ത് നിർത്തേണ്ട ആ കൃത്യത നമ്മൾ പാലിക്കണം. 65 വയസ്സിന് മുകളിലുള്ളവരെയും 10 വയസ്സിൽ താഴെയുള്ളവരെയും നമ്മൾ സോഷ്യലി ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ 10 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ളവർ പ്രത്യേക സാഹചര്യത്തിൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പുറത്തു പോകേണ്ടി വന്നാൽ അവർ കൃത്യമായ ചെയിൻ ബ്രേക്കിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോവുക, സാനിറ്റൈസർ ഉപയോഗിക്കുക എന്നത് പരമപ്രധാനമെന്നത് നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒപ്പം അവർ പോകുന്ന ഇടങ്ങളിൽ 10 പേരിൽ കൂടുതലുള്ള സ്ഥലങ്ങളിൽ 10 പേരിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയോട് കൂടി ചേർന്ന് പ്രവർത്തിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തതായി അവർ പാലിക്കേണ്ട വേറൊരു കാര്യം എന്നുള്ളത്, ഏതെങ്കിലും കാരണവശാൽ ഒരു സ്ഥലത്ത് നമ്മൾ പോകുന്നുവെങ്കിൽ അവിടെ നമ്മളായിരിക്കുമ്പോൾ 1 മീറ്ററിൽ കൂടുതൽ അകലം നമുക്ക് കിട്ടാവുന്ന ഒരു സോഷ്യൽ സ്പേസിൽ ആയിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. 1 മീറ്റർ കൂടുതൽ അകലത്തിൽ അടുത്തുള്ള ഒരു വ്യക്തിയുമായിട്ട് അകലം പാലിക്കുകയും തിരിച്ച് നമ്മൾ ഓഫീസിലെത്തുമ്പോഴും വീട്ടിലെത്തുമ്പോഴും എല്ലാം എവിടെയെല്ലാം ബ്രേക്കിംഗ് ദി ചെയിൻ ആവശ്യമായിട്ട് വരുന്നോ അവിടെയെല്ലാം കൃത്യമായി സാനിറ്റൈസർ ഉപയോഗിച്ച് സോപ്പ് ഉപയോഗിച്ച് കൈയും മുഖവും കഴുകുവാനായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം അതേപോലെ പാലിച്ച് ഈ പറയുന്ന ഈ വലിയ മഹാമാരിയെ എല്ലാവരും ഒന്നു ചേർന്ന് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ തുടരട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട്